സർക്കാരിന്റെ നിലനിൽപ്പിനായുള്ള ബജറ്റ് എല്ലാവരെയും തൃപ്തിപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഇതിൽ വ്യക്തമാണ്. ബീഹാറിനുള്ള വിശാല പ്രഖ്യാപനത്തിന് പിന്നാലെ ആന്ധ്രയ്ക്കും വാരിക്കോരിയാണ് ബജറ്റിൽ നൽകിയിട്ടുള്ളത്. ആന്ധ്രാപ്രദേശിന്റെ തലസ്ഥാനമായ അമരാവതിയുടെ വികസനത്തിനായി മാത്രം 15,000 കോടി രൂപയാണ് നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചത്. വരും വർഷങ്ങളിൽ ഇതിനായി കൂടുതൽ തുക വകയിരുത്തുമെന്നും ബജറ്റിൽ പറയുന്നു. പ്രത്യേക പദവി എന്ന ആവശ്യം തള്ളിയതിന്റെ മുറിവുണക്കാനുള്ള സമാശ്വാസ നീക്കം. നായിഡുവിനെയും ജനസേനയെയും ഒപ്പം ജനങ്ങളെയും കൂടെ നിർത്താനുള്ള ശ്രമം, അതാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. In the current financial year, 15,000 crore rupees will be arranged with additional amounts in future years. Our government is fully committed to financing and early completion of the Polavaram irrigation project, which is the lifeline for Andhra Pradesh and its farmers. ഗോദാവരി നദിക്ക് കുറുകെ നിർമ്മിക്കുന്ന വിവിധോദ്ദേശീയ ജലസേചന പദ്ധതിയാണ് പോളാവരം. കേന്ദ്രത്തിനും ഏറെ താല്പര്യമുള്ള ഈ പദ്ധതി പൂർത്തിയാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നായിരുന്നു നിർമ്മല സീതാരാമന്റെ പ്രഖ്യാപനം. ആന്ധ്രാപ്രദേശിന്റെയും കർഷകരുടെയും ജീവനാഡിയെന്നാണ് പോളാവരം പദ്ധതിയെ നിർമ്മല സീതാരാമൻ വിശേഷിപ്പിച്ചത്. പോളാവരം അണക്കെട്ടിന്റെ നിർമ്മാണം രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുമെന്ന് പറയാനും നിർമ്മല സീതാരാമൻ മടിച്ചില്ല. ആന്ധ്രയുടെ പിന്നാക്ക മേഖലയുടെ വികസനത്തിനും സാമ്പത്തിക സഹായമുണ്ട്. ഇതിനു പുറമെയാണ് ഹൈദരാബാദ്, ബംഗളൂരു വ്യവസായ ഇടനാഴി, വിശാഖപട്ടണം വ്യവസായ ഇടനാഴി തുടങ്ങിയ വമ്പൻ പദ്ധതികളും റായൽസീമയ്ക്കും പ്രകാശത്തിനും പ്രത്യേക പദ്ധതിയും ബജറ്റിൽ പ്രഖ്യാപിച്ചത്. കിഴക്കൻ മേഖലയിലെ വികസനത്തിനായുള്ള പദ്ധതിയിലും ആന്ധ്രാപ്രദേശിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.